സെക്രട്ടറി, സത്രസമിതി ഭാരവാഹികളായ ശ്രീ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ശ്രീ സോമകുമാർ, ശ്രീ ശിവദാസൻ അവർകൾ, സത്രസമിതി അംഗങ്ങളായ രതീശൻ, അയർക്കുന്നൻ രാമൻ നായർ, മണിസ്വാമി, രമാദേവി, ഭഗവാൻ ഉണ്ണികൃഷ്ണൻ, ശ്രീ ശാർങ്ങധരൻ, രവീന്ദ്രൻ, 42ാമത് സത്രം കൺവീനർ വർക്കിംഗ് ചെയർമാനായ ശ്രീ വെങ്കടരാമയ്യർ, വേദിയിലും സദസ്സിലിരിക്കുന്ന മാന്യ മിത്രങ്ങളെ, ഭക്തജനങ്ങളെ, 41ാമത് സത്രം വളരെ യാദൃശ്യമായി ഗുരുവായൂരിലെത്തുകയും കേവലം 15 ദിവസം കൊണ്ട് ഒരു ശരിയായ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിത്തന്ന് 41ാമത് സത്രം കഴിഞ്ഞ 13 ദിവസങ്ങളിലായി അഭംഗുരം ഇവിടെ നടക്കുകയും വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ച ഒരു സത്രം എന്ന നിലയിൽ നോക്കുമ്പോൾ അതിഗംഭീരമായി തന്നെ പെരുന്തട്ട ക്ഷേത്രത്തിൻ്റെ സഹകരണത്തോടു കൂടി ഞങ്ങൾക്ക് ഇവിടെ നടത്തുവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ വളരെ നന്ദിയുണ്ട്. ഇതിന് കാരണമായി വന്നത് 40ാമത് സത്രം നടന്ന തിരുവല്ല ക്ഷേത്രത്തിൽ വെച്ച് ചേർത്തല ചമ്മനാട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചതും അതനുസരിച്ചാണ് സത്ര വിളംബരം നടത്തുകയുണ്ടായത്. എന്നാൽ സത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ സത്രസമിതിയുമായി അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യ രീതിയാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുകയും അതോടൊപ്പം തന്നെ സത്രം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ബാധ്യത ഉണ്ടാകുമോ, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. സത്രം നടത്തി കഴിഞ്ഞാൽ ബാധ്യത ഉണ്ടാകുമോ, ഈ ബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആര് ഏറ്റെടുക്കും? ഈ വിഷയത്തെ ആദ്യം തൊട്ട് തുടങ്ങിയ ചർച്ച എങ്ങും എത്താതെ നവംബർ വരെ നീണ്ടുപോയി. ഡിസംബർ 22-നാണ് സത്രം തീരുമാനിച്ചിരുന്നത്. നവംബർ 21 വരെ ഈ വിഷയം രാവിലെയും വൈകിട്ടും ചർച്ച ചെയ്യലായിരുന്നു അവിടുത്തെ ഭരണസമിതിയുടെ മെയിൻ ഒരു ഹോബി. എന്നാൽ ഇത് ഭഗവാൻ ഏറ്റെടുത്ത് നടത്തും, നിങ്ങളിതൊന്നും അറിയണ്ട, നിങ്ങളിതിൻ്റെ നടത്തിപ്പുകാരായാൽ മതി, എല്ലാം ഭഗവാൻ ചെയ്തോളും, അവിടുത്തെ ഭഗവതിയും വളരെ ശക്തിയുള്ള ഭഗവതിയാണ്, ഒരു കുഴപ്പവും ഉണ്ടാകില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ആർക്കും ആ ഒരു കാര്യത്തിലുള്ള ഒരു ആത്മധൈര്യമില്ലായിരുന്നു. ഈ ആത്മധൈര്യക്കുറവിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങനെ സത്രസമിതി വയ്ക്കുന്ന നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. കഴിഞ്ഞ 40 സത്രങ്ങളിൽ കോവിഡ് കാലത്ത് പോലും മുടങ്ങാതെ നടത്തിയ ഒരു സമിതി എന്നുള്ള നിലയിൽ ഏതെങ്കിലും കാരണവശാൽ സത്രസമിതി ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ നടത്താൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സത്രസമിതിയുടെ ബാധ്യതയായി തീരുമെന്നും നാളെ സത്രവുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവംബർ 21-ാം തീയതി, അതായത് അടുത്ത സത്രം നടത്തിക്കാൻ കൃത്യം ഒരു മാസം കൂടിയുള്ള സമയത്ത് സത്രസമിതി അടിയന്തരമായി ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വരികയും അന്ന് തീരുമാനം എടുക്കുമ്പോൾ സത്രം ഓൺലൈനായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. കാരണം ഒരു സത്രം നടത്തുമ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾക്കറിയാം എന്ത് ചിലവ് വരുമെന്നും അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ വേണമെന്നും ഇതെല്ലാത്തിനും നമുക്ക് സാധാരണഗതിയിൽ ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും സമയം കിട്ടുന്നതാണ്. ഇവിടെ കൃത്യം ഒരു മാസം കൂടിയേ സത്രം നടത്താനുള്ളൂ. സത്രം മുടങ്ങരുത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഓൺലൈനായിട്ട് നടത്താനാണ് ആദ്യം ഭരണസമിതി തീരുമാനിക്കുന്നത്. എന്നാൽ പിന്നീട് പല രീതിയിലുള്ള ചർച്ചകൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുകയും
ഓൺലൈനായിട്ട് നടത്തിയാൽ പോരാ, സത്രത്തിൻ്റെതായ രീതിയിൽ തന്നെ നടത്തണമെന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യം വരികയും നമ്മുടെ സത്രസമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ടി ജി പത്മനാഭൻ നായർ, നമ്മളെല്ലാവരും വിളിക്കുന്ന അപ്പുചേട്ടൻ, അദ്ദേഹം ശക്തമായൊരു തീരുമാനമെടുത്ത് എന്ത് കാരണവശാലും ശരി ഓൺലൈനായിട്ട് നടത്തേണ്ട, ഗുരുവായൂരിനടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് സത്രം നടത്തണം. അതിനിപ്പോൾ എന്ത് ചിലവ് വന്നാലും കുഴപ്പമില്ല, സത്രം ഓൺലൈനായിട്ട് നടത്തണ്ട എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം വളരെ ശക്തമായി കമ്മിറ്റിയിൽ പറയുകയും അതനുസരിച്ചാണ് പിന്നീടുള്ള കമ്മിറ്റിയിൽ ഗുരുവായൂരിനടുത്തുള്ള പല ക്ഷേത്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ശ്രീ രാമനമ്പൂതിരിപ്പാടുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഇതിനെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ അതിനെ സ്വീകരിക്കുകയും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരികയും ചെയ്തു. അതനുസരിച്ചാണ് ഏകദേശം ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് പെരുന്തട്ട ക്ഷേത്രത്തിൽ വെച്ച് സത്രം നടത്താൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ സത്രത്തിൻ്റെ 18-ാം തീയതി സത്രം തുടങ്ങുന്നുവെങ്കിൽ ഏകദേശം 15 ദിവസം മാത്രമേ സത്രത്തിനുണ്ടായിരുന്നുള്ളൂ നടത്താനായിട്ട്. പിന്നീട് 2-3 യോഗങ്ങൾ ഇവിടെ കൂടുകയും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയും കേവലം ഈ 15 ദിവസം കൊണ്ട് ഇങ്ങനെയൊരു മഹാസംഭവം ഇവിടെ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഗുരുവായൂരപ്പനോടും പെരുന്തട്ട ഭഗവാനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 13 ദിവസങ്ങളിലായി കഴിഞ്ഞ 40 സത്രങ്ങൾ എന്നുള്ള പോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ പ്രഭാഷകരെല്ലാവരും തന്നെ എത്തിച്ചേരുകയും ഗംഭീരമായ രീതിയിൽ തന്നെ പ്രഭാഷണങ്ങൾ നടക്കുകയും ഓൺലൈനായും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ TV വഴിയും കേബിൾ TV വഴിയും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ ആളുകളിലും ഈ കാര്യം എത്തിക്കുവാൻ സത്രസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്രസമിതി ഈ സത്രം നടത്തിയതുകൊണ്ട് കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രയോജനമായിട്ട് തോന്നുന്നത്. കാരണം സത്രസമിതി രൂപീകരിച്ചിരിക്കുന്നത് സത്രം നടത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനപ്പുറത്ത് അവിടെ സത്രസമിതിക്ക് സത്രത്തിൻ്റേതായ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇവിടുത്തെ നല്ലവരായ അംഗങ്ങളുടെയെല്ലാം സംഭാവനയും മറ്റു കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പണിയുകയും അതിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വരുമാനം ഉണ്ടാക്കലല്ല സത്രസമിതി എന്നുള്ള പ്രവർത്തനം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും സത്രം മുടങ്ങാതിരിക്കണമെന്നും സത്രം ഗംഭീരമായി തന്നെ നടത്തണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി സത്രം ഈ രീതിയിൽ തന്നെ നടത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതുമായിട്ട് മുന്നോട്ടിറങ്ങിയതും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അതിഗംഭീരമായിട്ട് തന്നെ സത്രത്തിൻ്റേതായ എല്ലാ പ്രൗഢിയോടും കൂടി നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട്. പ്രത്യേകിച്ച് പെരുന്തട്ട ക്ഷേത്ര ഭാരവാഹികളോട് ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സത്രസമിതിയുടെ പ്രസിഡന്റ് ശ്രീ KS ശിവശങ്കരൻ അവരെ ഈ സമാപന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സത്രം സമാപന സഭ ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മൾ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്ത ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവരെ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരുന്തട്ട ക്ഷേത്ര രക്ഷാധികാരി ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരിപ്പാട് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 13 ദിവസങ്ങളിൽ ഒരു ദിവസം മാത്രം ഈ സത്രത്തിൽ നിന്ന് വിട്ടുനിന്ന് ബാക്കി എല്ലാ ദിവസങ്ങളും ഈ സത്രവുമായി പൂർണ്ണമായി സഹകരിച്ച് ഇപ്പോൾ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും പ്രഭാഷണം നടത്തണമെന്നും മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞ് വളരെയധികം നിർബന്ധം ഉണ്ടായെങ്കിൽ പോലും അതിലൊന്നും പങ്കെടുക്കാതെ സത്രസമിതിയുടെ ആദ്യകാലം തൊട്ട് സത്രവുമായി വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുകയും സത്രം എന്ന് ഈ ഭാഗവത സത്രം എന്തിനു വേണ്ടി എന്ന് ഒരു കൃത്യമായ ഒരു ക്ലാസ് എടുത്ത് ഈ സത്രം ഇങ്ങനെ നടത്തിയതിനെക്കുറിച്ച് വിമർശനം നടന്നവർക്ക് കൃത്യമായൊരു മറുപടി പറഞ്ഞ് സത്രസമിതിക്ക് വേണ്ടി അങ്ങേയറ്റം
ആത്മാർത്ഥമായിട്ട് നിലകൊള്ളുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രഹ്മശ്രീ പള്ളിക്കൽ സുനിൽ അവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിത്തരികയും വേണ്ട മറ്റ് സഹകരണങ്ങൾ നൽകുകയും അന്നദാനം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് കൂടെ സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും 3 നേരവും ഞങ്ങളോട് വന്ന് ചോദിക്കുന്ന എന്തെങ്കിലും അസൗകര്യമുണ്ടോ, എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടുതലായിട്ട് വേണോ, എന്ത് വേണം എന്നൊക്കെ ചോദിച്ച് ഞങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ കോങ്ങാട്ടിൽ അരവിന്ദാക്ഷൻ അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരുന്തട്ട ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ ഇളയത്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചമ്മനാട് സത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായ സമയത്ത് തന്നെ സത്രം മുടങ്ങിയത് എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ അവിടെ സത്രം നടക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു സത്രം അടുത്ത പ്രദേശത്ത് നടത്തണമെന്ന് ഔദ്യോഗികമായിട്ട് സത്രസമിതി തീരുമാനിക്കുകയും അതനുസരിച്ച് നേരത്തെ തന്ന അവരുടെ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിച്ചുകൊണ്ട് കലവൂര് മാരംകുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു സത്രം നടത്തണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയും അതനുസരിച്ച് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒരു വർക്കിംഗ് ചെയർമാനായിട്ട് തീരുമാനിക്കപ്പെട്ട ശ്രീ വെങ്കിടരാമയ്യ അവർകൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്രസമിതി ഭാരവാഹികളായ ശ്രീ അംബുജാക്ഷൻ നായർ, ശ്രീ സോമകുമാർ, ശിവൻ പാലിയത്ത്, രതീശൻ, ആർക്കുന്നൻ രാമൻ നായർ, മണിസ്വാമി, രമാദേവി, ഭഗവാൻ ഉണ്ണികൃഷ്ണൻ, ശാർങ്ങദ്രൻ, രവീന്ദ്രൻ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനം വളരെ ഗംഭീരമായി തന്നെ നടത്താൻ ഇവിടെ പ്രഭാഷണം കേട്ട് ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഇതിനോട് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ 41ാമത് ഭാഗവതസത്ര സമാപന യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനും ആദരണീയനുമായ ശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, രാമൻ നമ്പൂതിരി, ഈ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഭക്തന്മാരെ, 41ാമത് സത്രം ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച രീതിയിൽ കേവലം തുച്ഛമായ ദിവസം കൊണ്ട് സത്രസമിതിക്ക് ഏറ്റെടുക്കേണ്ടി വരികയും അത് ഇന്ന് വളരെ സന്തോഷകരമായി ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് സമയക്കുറവ് ഒരു പ്രശ്നമല്ല എന്ന് ഈ സത്രത്തിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. ഈ സത്രം കേവലം 15 ദിവസക്കാലം കൊണ്ട് സജ്ജീകരിക്കാൻ അവസരം തന്നത് ശ്രീ രാമൻ നമ്പൂതിരിയും അരവിന്ദാക്ഷമേനോനും അടക്കമുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങളാണ്. അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ സത്രം ഇവിടെ സംഘടിപ്പിക്കാനും ഇന്ന് മംഗളകരമായി സമാപിക്കാൻ പോകുന്നത്. അടുത്ത സത്രം നടക്കുന്നത് ആലപ്പുഴ കലവൂരിലുള്ള മാരംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. അതിൻ്റെ പ്രഖ്യാപനം ഇതിൻ്റെ അവസാനം ഉണ്ടാകും. അതാണ് അതിൻ്റെ നടപടിക്രമം. അതുകൊണ്ട് ഈ സത്രം വിജയിപ്പിക്കുന്നതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അധികം പ്രസംഗത്തിൽ ഇവിടെ പ്രസക്തിയില്ലാത്തതുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമുക്കൊക്കെ ബഹുമാന്യനായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ക്ഷമിക്കണം, സ്വാഗത പ്രസംഗത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയുടെ പേര് വിട്ടുപോയിരുന്നു. ഇതിൻ്റെ ആദ്യന്തം ഇവിടെ എല്ലാ സമയത്തും പൂർണ്ണമായിട്ടുണ്ടായിരുന്ന ശ്രീ നാരായണസ്വാമി, അദ്ദേഹം എഴുതി തന്ന ലിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഗതം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ സത്രത്തിൻ്റെ എല്ലാമായ നാരായണസ്വാമിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. 41ാമത് അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ. ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇത്ര ഭംഗിയായി ഇതിവിടെ നടത്താൻ കഴിഞ്ഞതും അതിൻ്റെ പിന്നിലുണ്ടായ സഹകരണവും ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവുമെല്ലാം ഇവിടെ മുമ്പ് പറഞ്ഞ സ്വാഗത പ്രസംഗനും അധ്യക്ഷനെല്ലാം പറയുകയുണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചമ്മനാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു, ഇവിടെ ഭാഗവത സത്രം നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് അങ്ങ് പങ്കെടുക്കണം. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ കളികളെല്ലാം മനസ്സിലായത്. അന്ന് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ശാരീരികമായിട്ട് എനിക്ക് അത്രയും ദൂരമൊന്നും യാത്ര ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ സമാപന സമ്മേളനത്തിനന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യക്കുറവൊന്നുമില്ലാത്തല്ല, എനിക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ വയ്യ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഈ കഥകളൊക്കെ കേട്ടപ്പോഴാണ് അവർ ഇത്രയും താല്പര്യത്തോടു കൂടി 2-3 പ്രാവശ്യമൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എനിക്ക് മനസ്സിലായത്. എന്തായാലും 42ാമത്തെ ഇത് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നു എന്ന് കേട്ടു. അതിൻ്റെ പ്രഖ്യാപനം ഇവിടെ ഈ സ്റ്റേജിലുണ്ടാവുമെന്ന് അറിയുന്നു. എന്തായാലും ഇത്രയും വളരെ ഭംഗിയായി ഗുരുവായൂർ പരിസരത്ത് ഇങ്ങനെ ഒരു ഭാഗവത സത്രം നടത്താൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞത് എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനോട് തുടർന്നും ഈ ഭാഗവത സത്രത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സത്ര അവലോകനം ഇതിൻ്റെ പരമാത്മാവും ജീവാത്മാവും ഒക്കെ ആയ നാരായണസ്വാമി അവലോകനം നടത്തും. ഓം ഗംഗണപതേനോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമ ശിവായ. ശിവായ നമ. ശംഭോ മഹാദേവ. വേദിയിലും സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഭാഗവത മാഹാത്മ്യത്തിൽ പറയും, ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മജന്മാന്തരങ്ങളുള്ള നമ്മുടെ ഒരു പുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു സുഹൃതം കൊണ്ട് മാത്രമേ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു വാക്ക് ഉച്ചരിക്കുവാനോ അത് പാരായണം ചെയ്യുവാനോ അല്ലെങ്കിൽ അത് കേൾക്കുവാനോ ഇല്ലെങ്കിൽ ഇതുപോലുള്ള യജ്ഞങ്ങളിൽ സപ്താഹത്തിലോ സത്രത്തിലോ ഒക്കെ പങ്കെടുക്കുവാനോ ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു പൂർവജന്മ സുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ഈ വൈകിയ സന്ധ്യ ആകുന്നേ ഉള്ളൂ, ആ സായാഹ്നത്തിൽ ഇത്രയും ആളുകൾ ഇവിടെ ഇതിൻ്റെ ആ ഭാഗവതത്തിൻ്റെ അത് രുചി അറിഞ്ഞ് അത് കേട്ട് ഈ 13 ദിവസമായിട്ട് ഈ ഭാഗവതത്തിലെ ആ രസാമൃതം വാരി കോരി കുടിച്ച്, വ്യാസഭഗവാൻ തന്നെ പറയുന്ന പോലെ, നിഗമകൽപ്പതരോർഘളിതം ബലം സുഖമുഖാത് അമൃതദ്രവ സംവിധം പിബത ഭാഗവതം രസമാലയ മുഖരുകോ രസിക ഭൂവി ബാവുക എന്ന് പറഞ്ഞു. ആ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ ആ മുഖാരവിന്ദത്തിൽ നിന്നൊഴുകിയ ആ ശ്രീമദ് ഭാഗവതം അത് ഈ 13 ദിവസമായിട്ട് നമുക്ക് ഇവിടെ എത്രയോ ആൾക്കാർ, ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. കേരളത്തിലെ ആൾക്കാർ മാത്രമല്ല, നമുക്ക്
കുറച്ച് പേരെയൊക്കെ നമുക്കറിയാമെങ്കിലും കുറച്ച് പേര് നമുക്ക് അറിയാവുന്ന പല സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ താമസിച്ച് എല്ലാ ദിവസവും ഇല്ലെങ്കിലും 2-3 ദിവസമെങ്കിലും ഇവിടെ വന്ന് പങ്കെടുത്തിട്ട് പോയവരുണ്ട്. നമുക്കറിയാൻ കഴിയുന്ന പലരും നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്നടത്തുനിന്ന് വന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എത്രയോ കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ആളുകൾ ഈ 13 ദിവസമായിട്ട് നമുക്കൊന്നും അറിയപ്പെടാതെ, നമ്മളെ പരിചയപ്പെടാതെ, ആ ഭാഗവതത്തിലുള്ള ആ ഒരു താല്പര്യം മാത്രം കൊണ്ട് മാത്രം ഇവിടെ വന്ന് ഭാഗവതം സ്വല്പമെങ്കിലും കേട്ട് അത് മനസ്സിലാക്കി പോയ എത്രയോ പുണ്യാത്മാക്കളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആ ഭാഗവതത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് എത്ര കേട്ടാലും ഭാഗവതത്തിൽ ഇതിന് മാഹാത്മ്യത്തിൽ പറയുന്നില്ല, സ്വാദ് സ്വാദ് പതേ പതേ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോ വാക്ക് കേൾക്കും തോറും നമുക്ക് കൂടുതൽ പിന്നെയും കേൾക്കണം തോന്നും. അപ്പോൾ അങ്ങനെ ആ സ്വാദുള്ള ആ ഭാഗവതം, നേരത്തെ പറഞ്ഞ അമൃതം, ആ ഭാഗവത അമൃതം, അത് നമുക്ക് നുകരുവാനുള്ളൊരു സൗകര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ സത്രസമിതിയുടെ ആ ഒരു ബുദ്ധിമുട്ടും നടത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവിടെ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഭൗതിക സാഹചര്യത്തിലോട്ടോ ഇതിലോട്ടൊന്നും കടക്കുന്നില്ല. കാരണം അത് കഴിഞ്ഞ കാര്യം, അത് പിന്നെ ഇനി പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയി. നമ്മൾ സത്രം നടത്തുകയും ചെയ്തു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അത് ഞാൻ അതിനോട്ട് കിടക്കുന്നില്ല. അത് അതിനകത്തൊരു അങ്ങനെ എന്തോ ഒരു നിയോഗമായിരിക്കാം. പക്ഷേ ഭഗവാന്റെ നിയോഗം, ഗുരുവായൂരപ്പൻ്റെ നിയോഗം, അത് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെ ഇവിടെ നടത്തണം എന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ അത് നല്ല രീതിയിൽ നമുക്ക് നടത്തുവാൻ സാധിച്ചു. നമുക്ക് ആദ്യമൊക്കെ സത്രസമിതിക്ക് ഇതെങ്ങനെ നടത്തും, അതിൻ്റെ സാമ്പത്തിക വശം, ഈ പരിമിതമായ സാഹചര്യത്തിൽ ഇതെങ്ങനെ നടത്തും എന്നൊക്കെ ഒരു ആശങ്ക ഇല്ലായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, ആശങ്ക ഉണ്ടായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ മാറി മാറി വന്ന് നമ്മൾ ഇവിടുത്തെ സൗകര്യമായിട്ട് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് എന്തായാലും അത് പിന്നെ നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക്, കാരണം നമ്മൾ വിശാലമായിട്ട് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിശാലമായ രീതിയിലാണ് സത്രം എല്ലാ വർഷവും നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സത്രം നമുക്ക് ഇവിടെ വന്ന് ഇത്രയും സാഹചര്യത്തിൽ നടത്തുമ്പോൾ ദൂരെയുള്ള ആൾക്കാർക്ക് വന്ന് താമസിക്കാനോ സ്ഥിരമായിട്ട് കേൾക്കാനോ ഉള്ള സൗകര്യം നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിലുമൊക്കെ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ഗുരുവായൂർ പോലുള്ളൊരു സ്ഥലത്ത് നമുക്ക് താമസ സൗകര്യമൊന്നും അങ്ങനെ കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു വേറൊരു സത്യം. എന്തായാലും ആ ഉള്ള സൗകര്യത്തിൽ വെച്ച് ഈ പറഞ്ഞ എത്രയോ ആൾക്കാർ, നമുക്ക് അറിഞ്ഞോ അറിയാതെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് പങ്കെടുത്ത് ധന്യരായി എന്നുള്ളതിൽ എല്ലാവരും നല്ല അഭിപ്രായത്തിൽ സന്തോഷമായിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്കും എല്ലാം സന്തോഷമാണ്. കാരണം നിങ്ങളുടെ എല്ലാം മുഖം കാണുമ്പോൾ അറിയാം നിങ്ങളെല്ലാം സന്തോഷവാന്മാരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗവതം നുകർന്നുകൊണ്ട്, അപ്പോൾ അത് ഈ പെരുന്തട്ട തേവരുടെ അനുഗ്രഹത്താലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലും നമുക്കത് നടത്തുവാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയും കടപ്പാടും, ഒരുപാട് ആളുകളുടെ നന്ദിയും കടപ്പാടും നമുക്ക് പറയാനുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ പെരുന്തട്ട ക്ഷേത്ര ഉപദേശക സമിതി ആണോ ഉപചാരക എന്തോ അത് കറക്റ്റ് പേര് എനിക്ക് കിട്ടുന്നില്ല. എന്നാലും ഈ പെരുന്തട്ട ഉപദേശക സമിതി, അല്ലെങ്കിൽ ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും, പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മളിവിടുത്തെ മാതൃസമിതിയാണ്. നമ്മളെ ഭാഗവത സത്രത്തിൻ്റെ ഇങ്ങോട്ട് മാറ്റണം എന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ ആ മീറ്റിങ്ങിനകത്ത് വെച്ച് തന്നെ പല ക്ഷേത്രങ്ങളും മമ്മിയൂർ നോക്കി, നമ്മുടെ നെന്മനി ബലരാമ ക്ഷേത്രം നോക്കി, അങ്ങനെ പല സ്ഥലവും നോക്കിയപ്പോഴാണ് അവസാനമാണ് പെരുന്തട്ടയുടെ ഓർമ്മ വന്നു. അങ്ങനെ പെരുന്തട്ട ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഇവിടുത്തെ നാരായണീയ സമിതിയാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ശ്രീമതി ഉഷ അച്യുതനെ ബന്ധപ്പെടുകയും അപ്പോൾ പറഞ്ഞു ഉള്ള സൗകര്യം നമുക്ക് നടത്താം, നമുക്ക് ഇവിടുത്തെ എന്ത് കാര്യമുണ്ടെങ്കിലും രാമൻ തിരുമേനിയായിട്ടാണ് ആലോചിച്ചാണ് ചെയ്യുന്നത്, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. രാമൻ തിരുമേനിയായിട്ട് ബന്ധപ്പെട്ടു, അദ്ദേഹവും സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ കമ്മിറ്റി ആലോചിച്ച് അവർ കമ്മിറ്റിയെ സമ്മതിച്ചു. അങ്ങനെ എന്തായാലും അത് നമുക്ക് നടത്താനുള്ളൊരു വഴി തുറന്നു കിട്ടി. അപ്പോൾ അങ്ങനെ എത്ര പറഞ്ഞാലും മതിയാകാത്ത അവരോടുള്ള ആ ഒരു കടപ്പാട് ഈ പെരുന്തട്ട ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരോടും, പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടുത്തെ ദേവസ്വത്തിലെ
ജീവനക്കാരുണ്ട്, മറ്റ് സ്റ്റാഫുണ്ട്, ഇവിടുത്തെ തിരുമേനിയുണ്ട്, കഴകമുണ്ട്, മറ്റുള്ള ജോലിക്കാരുണ്ട്, പിന്നെ ഈ പറഞ്ഞ മാതൃസമിതിയിലെ അംഗങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് ഇതിനു വേണ്ട എല്ലാ ഞങ്ങൾക്ക് സപ്പോർട്ട് നിന്ന പെരുന്തട്ട ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും, പേരെടുത്ത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, പ്രസിഡൻറ്റ്, സെക്രട്ടറി, പിന്നെ ബഹുമാന്യരായ ഇത് നമ്മളെ ഭക്ഷണത്തിനുമൊക്കെ വിളമ്പാനും മറ്റും എല്ലാ സഹായങ്ങളൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും രാത്രിയിലുമൊക്കെ ഭക്ഷണം കൊടുക്കാനും ഒക്കെ നമ്മുടെ കൂടെ നിന്ന ശ്രീ കൊങ്ങാട്ടിലെ ശ്രീ വിശ്വനാഥൻ, ശ്രീ സുരേഷ് ബാബു, ശ്രീ അശോക്, ശ്രീ മോഹൻകുമാർ, പിന്നെ ഇവിടുത്തെ പെരുന്തട്ട മാതൃസമിതിയിലെ എല്ലാ അംഗങ്ങളും, നാരായണീയ സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും, അവരെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. കാരണം ഞങ്ങളെല്ലാം ദൂരസ്ഥലത്ത് വന്നവരാണ്. ഞാൻ കൊല്ലം നിവാസിയാണ്. അതേപോലെ അതിൻ്റെ മറ്റു പ്രവർത്തകരെല്ലാം പല സ്ഥലത്തുള്ളവരാണ്. ഗുരുവായൂരുള്ള 2 പേര് മാത്രമേ ഉള്ളൂ, ഒന്ന് ശിവൻ പാലിയത്തും ഒന്ന് മണിസ്വാമി. ബാക്കിയുള്ളവരെല്ലാം ദൂര സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഈ പറഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. ഇവിടെ ഒന്നും ഇതെല്ലാവരും അറിയത്തില്ല. പിന്നെ മറ്റുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയല്ല, നമ്മൾ പുതിയ സ്ഥലത്ത് വന്ന് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ ഈ ബുദ്ധിമുട്ടൊന്നും അറിയാതെ ഈ 10-14 ദിവസം ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടി ഒരു നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലെ ഒരു സന്തോഷത്തിലും എല്ലാവരുമായിട്ട് സഹകരിച്ച് അത് നമുക്ക് മംഗളമായിട്ട് നടത്താൻ സാധിച്ചതിൽ അഗൈതമായ നന്ദി എല്ലാവരോടും, ഈ പറഞ്ഞ എല്ലാവരോടും രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ സത്രസമിതിയിലെ അംഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ദൂരെയുള്ളവരാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തതിൽ പ്രധാന ഒരു വ്യക്തി നമ്മുടെ സത്രസമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ശിവദാസൻ, ശിവൻ പാലിയത്ത് എന്ന് പറയും, ശിവദാസൻ അവർകൾ. അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വന്ന് അതിന് വേണ്ട നേതൃത്വം കൊടുത്ത് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇവിടെ സ്മരിക്കുന്നു. അതേപോലെ ഇവിടെ പാരായണത്തിന് നേതൃത്വം കൊടുത്ത ഗുരുവായൂരിലെ മണിസ്വാമി, മറ്റ് സത്രസമിതിയിലെ എല്ലാ അംഗങ്ങളും അവർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അവർ പോയി വന്നുമൊക്കെ നിന്നെങ്കിലും എല്ലാവരും സത്രസമിതിയിലെ എല്ലാ അംഗങ്ങളും ഇവിടെ സാധാരണ മറ്റ് സത്രങ്ങളിലെ സത്രസമിതി അംഗങ്ങളെല്ലാവരും ഒരേപോലെ എല്ലാ ആൾക്കാരും അങ്ങനെ ഒരുമിച്ച് അവിടെ വരാറ് പതിവില്ല, കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം. പക്ഷേ ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ സത്രസമിതിയിലെ എല്ലാ അംഗങ്ങളും ഇവിടെ ഒരുമിച്ച് നിന്ന് കൂടെ നിന്ന് എല്ലാ സഹായ സംഘങ്ങളുമൊക്കെ നമുക്ക് ചെയ്ത് തന്നു. പിന്നെ ഇവിടെ ഇത് കേൾക്കാൻ വന്ന, കാരണം ഇത് നടത്തുന്നതല്ലല്ലോ, ഇത് കേൾക്കാൻ ആൾ വേണമല്ലോ. ഇത്രയെല്ലാം സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇത് ശ്രവിക്കുവാനുള്ള ആളുകളുമുണ്ട്. അതെന്തായാലും ഞാൻ ഇന്നലെ ഒരു പരിഭവം പറഞ്ഞെങ്കിലും അത് സാധാരണ നടത്തുന്ന സത്രത്തെ വെച്ച് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, ആൾ കുറവായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും സന്തോഷമുണ്ട്. അത് ഇന്നലെയും ഇന്നുമൊക്കെ നമുക്ക് ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് ഇതിൽ ശ്രവിക്കുവാൻ വന്ന ഇവിടെ ഒരു നല്ലൊരു സദസ്സുണ്ടായിരുന്നു. വൈകുന്നേരം മാത്രമേ ഉള്ളൂ ചെറിയ ആളുടെ കുറവ്. അത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, കാരണം നമ്മൾ ദൂരെ നിന്നൊക്കെ ഉള്ള ഈ പ്രഭാഷകന്മാർ അവർ ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് അവരുടെ മറ്റ് ജോലിയുള്ളവരാണ്, ജോലി ലീവെടുത്ത് അല്ലെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് ഇത്രയും ദൂരം വരുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വരുമ്പോൾ ആ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ആൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10 പേരെ ഉള്ളപ്പോൾ അവർക്കും വിഷമം, പറയുന്നവർക്കും വിഷമം, കേൾക്കുന്നവർക്കും വിഷമം, നടത്തുന്നവർക്കും വിഷമം. അതുകൊണ്ടാണ് ഇന്നലെ ഞാനൊരു എൻ്റെ ഒരു സംഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞത്, ഒരു ചെറിയ പ്രയാസത്തിൽ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇന്നലെ ഇന്നുമായിട്ട് ഇത് നിറഞ്ഞ സദസ്സിൽ ഇത് മംഗളമായിട്ട് നടത്താൻ സാധിച്ചു. അതിൽ പങ്കെടുത്ത, ഇതിൽ സാന്നിധ്യം കൊണ്ട് സഹകരിച്ച എല്ലാ ആളുകളോടും എല്ലാ സജ്ജനങ്ങളോടും ഞങ്ങൾക്ക് സത്രസമിതിക്കുള്ള അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ പ്രഭാഷകന്മാർ നമ്മൾ നോട്ടീസിൽ വെച്ച പ്രഭാഷകന്മാർ ഒരു 3-4 പേര്, പലരും ചോദിക്കും നോട്ടീസിൽ പേര് വെച്ചിട്ട് ഇവർ വന്നില്ലല്ലോ എന്ന്. പെട്ടെന്ന് ചിലപ്പോൾ ചിലർക്ക് സുഖമില്ലാതെ വരും, ചിലർക്ക് പെല വരും,
ആരെങ്കിലും മരിച്ചു പോയെന്ന്. ഇവിടെ തന്നെ 2 പേർക്ക് പല വന്നു. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ വിളിച്ചു പറഞ്ഞു തലേ ദിവസം. അപ്പോൾ നമ്മൾ പകരം വേറെ ആളുകളെ കണ്ടെത്തി അതിന് പകരം നമുക്ക് കാര്യം നടന്നു. അപ്പോൾ അങ്ങനെ ചില ചിലർക്ക് പനിയായിട്ട് വന്നു, ചിലർ യാത്ര ചെയ്തിട്ട് വന്ന് സുഖമില്ലാതെ കിടക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഒരു 3-4 പേര് നമ്മുടെ നോട്ടീസിലെ പ്രോഗ്രാം അനുസരിച്ച് വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അതേപോലെ നമ്മൾ ചിദാനന്ദപുരി സ്വാമി വരാമെന്ന് ഏറ്റിരുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ നോട്ടീസിൽ പേര് വെച്ച്. അദ്ദേഹം സാധാരണ ഗുജറാത്തിൽ പോകുന്നത് തന്നെ വണ്ടി ഓടിച്ചാണ്, കാർ ഓടിച്ചാൽ പോകുന്നത്. അദ്ദേഹത്തിന് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഈ ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലമുള്ള ആളാണ്. അപ്പോൾ അത് വണ്ടിയും കൂടെ ഓടിച്ച് വന്ന് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം കിടപ്പായി പോയി. അപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എന്തോ ചെയ്യും, ഞാൻ കോഴിക്കോട്ട് നിന്ന് 3.5 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ ഇവിടെ വരാനൊക്കത്തുള്ളൂ. ഇവിടെ വന്നിട്ട് 3.5 മണിക്കൂർ തിരിച്ചു പോകണം. 7 മണിക്കൂർ അദ്ദേഹം വണ്ടിയിലിരിക്കണം. അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രോബ്ലമുള്ള ആൾ നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ട് വരുത്തിയിട്ട് അതൊരു ചെയ്യുന്നൊരു അപരാധമാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, സ്വാമി വരണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചിദാനന്ദപുരി സ്വാമി വരാത്തത്. അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹവും വരാൻ നമ്മളെ ഡേറ്റിരുന്നാണ്. അദ്ദേഹം ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളൊക്കെ USA നിന്നും വെളിനാട്ടിൽ നിന്നും ഈ ആഘോഷത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവരാരും ഇദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ട് അലക്സാണ്ടർ ജേക്കബ് സാറിനും വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ചുമ്മാ നോട്ടീസിൽ പേര് വയ്ക്കുന്നതല്ല, ഇവരെല്ലാം വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ നോട്ടീസ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 പേരുടെ വരാത്തത് ഇതുകൊണ്ടാണ് എന്ന് ഇരിക്കുകയാണ്. നമ്മൾ ചുമ്മാ പേര് വെച്ചിട്ട് അടിച്ച് നോട്ടീസ് ഇറക്കുകയല്ല. അപ്പോൾ അങ്ങനെ ഒരു 3-4 പേർക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ ബാക്കി എല്ലാവരും ഇവിടെ വന്ന് പങ്കെടുത്ത് അവരെല്ലാം ഇവിടെ ഉള്ള സൗകര്യത്തിൽ അവരിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാൻ സ്ഥലമില്ലല്ലോ, ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയില്ലല്ലോ, ഒന്നും ഒരു പരാതിയില്ലാതെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, പലരും ദക്ഷിണ വാങ്ങിച്ചിട്ട് നമുക്ക് ദക്ഷിണ തിരിച്ചു തന്നിട്ട് പോയി ഇതിൻ്റെ ചിലവിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള മഹാന്മാരും ഇവിടെ ഈ പ്രഭാഷണത്തിലെത്തിയവരിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ഭാഗവതത്തിൻ്റെയും ഭാഗവത സത്രത്തിൻ്റെയും ആ മഹത്വം അതിൻ്റെ പറയാണ്. നമ്മളൊരു സപ്താഹം നടത്തുന്ന പോലെയോ ഇല്ലെങ്കിൽ വേറൊരു ചടങ്ങ് നടത്തുന്ന പോലെയല്ല നമ്മൾ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഈ സത്രം നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ സത്രം നടത്തുന്നത് വെച്ചാൽ ഈ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന പ്രഭാഷകരുടെയും ഭാഗവത സപ്താഹം നടത്തുന്ന ആചാര്യന്മാരുടെയും ഒക്കെ ആവശ്യമാണ് ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി എല്ലാ വർഷവും നടത്തേണ്ടത്. അപ്പോൾ അവരെല്ലാം കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഇതുമായിട്ട് സഹകരിച്ച് ഈ പറഞ്ഞ പോലെ ദക്ഷിണയ്ക്കൊന്നും വലിയ ഇത്ര വേണമെന്ന് പറയുമോ ഒന്നുമില്ല. നിങ്ങളൊക്കെ അതിശയിച്ച് പോകും. ഇവിടെ ദൂരെ നിന്ന് വന്ന ആൾക്കാർക്ക് 101 രൂപ ദക്ഷിണ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയവരുണ്ട്. അവർക്കത് മതിയെന്ന് പറഞ്ഞുകൊണ്ട്. ചിലർ ദക്ഷിണ കൊടുത്തത് അതേപോലെ നിങ്ങൾ തന്നെ കണ്ടു കാണും. ആ കവർ തിരിച്ച് തന്നത് നിങ്ങൾ തന്നെ കണ്ടു കാണും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഭാഗവതം അത് നടത്തിക്കൊണ്ട് പോകുക. അപ്പോൾ അതിൻ്റെ ആ സത്രത്തിൻ്റെ മഹത്വം, ആ സത്രം നടത്തണം എന്നുള്ള താല്പര്യം അത് ഭക്തജനങ്ങൾക്ക് അതോടൊപ്പം ഈ ഇതിലെ പ്രഭാഷകന്മാർക്കും സപ്താഹത്തിന് ആചാര്യന്മാർക്കും ഒക്കെ ഉള്ളൊരു ആ ഒരു ചിന്ത പണ്ട് മുതലേ എങ്ങനെയാണ്, നേരത്തെ മുതലേ സത്രത്തിൽ എങ്ങനെയാണ് നമ്മൾ സപ്താഹത്തിനൊക്കെ വിളിക്കുന്ന പോലെ ഇത്ര ദക്ഷിണ കൊടുക്കണം ആചാര്യന്, മറ്റേ കൂടാൾക്ക് ഇത്ര കൊടുക്കണം, അങ്ങനെയൊന്നും ആരും ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല, കണക്ക് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കണക്ക് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഇതിൽ മള്ളിയൂർ തിരുമേനയുടെയും ആദ്യകാലം ഞാൻ ഇതിൻ്റെ 92 മുതൽ ഈ സത്രസമിതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അന്ന് മുതൽ ഇതിൻ്റെ ആചാര്യന്മാരെയും ഇവരെല്ലാം ആയിട്ടെല്ലാം അടുപ്പവും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരും ഈ പറഞ്ഞതിനോട് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ വാങ്ങിച്ച് ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളപ്പോൾ ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഇതൊരു അവലോകനമാണല്ലോ. അതുകൊണ്ട് പറയാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിനുവേണ്ടി പറയാണ്. അപ്പോൾ പ്രഭാഷകന്മാരുടെ സൈഡിലുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ബാക്കി ഈ ദിവസവും ഭക്ഷണം അതൊരു പ്രധാന കാര്യമാണ്. ആ ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദിവസം എന്തെങ്കിലും വയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ പിന്നെ മൊത്തം പേര് ദോഷമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ 13 ദിവസവും നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള സുബ്ബൻ എന്ന് പറഞ്ഞ ആര്യ കാറ്ററേഴ്സ് അത് വളരെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഈ 13 ദിവസവും നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്ത് നല്ല രുചികരമായ ഭക്ഷണം കൊടുത്തിട്ടാണ് എല്ലാവർക്കും നല്ല സന്തോഷവും നല്ല അഭിപ്രായമാണ്. അപ്പോൾ അവരെയും പ്രത്യേകം ഈ തരത്തിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ് ആ ഭക്ഷണ സൗകര്യം ഒരുക്കിയതിൽ. അതേപോലെ ഇവിടെ മൈക്ക് സെറ്റും നമ്മുടെ ചേർത്തലയിൽ നിന്ന് വന്നവരാണ്.
അവരും അവരുടെ രാവിലെ മുതൽ രാത്രി വരെ ആ സൗണ്ട് സിസ്റ്റം, കാരണം ഒരാൾ പ്രഭാഷണം ചെയ്താൽ വന്നില്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോഴും സൗണ്ട് ശരിയായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ട്, വായിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. ഞാനാണെങ്കിൽ വായിക്കുമ്പോൾ എനിക്ക് മിക്കവാറും ചുമയും ഇതൊക്കെ വരുന്ന ആളാണ്. പക്ഷേ ഇവിടെ വായിച്ചപ്പോഴേ ഒന്നും വന്നില്ല, അസൗകര്യമൊന്നും വന്നില്ല. അപ്പോൾ മൈക്കിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ അത് പ്രഭാഷകന്മാരും പറഞ്ഞു നല്ല സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ നല്ല സൗണ്ട് സിസ്റ്റം അത് അവർ സഹകരിച്ച് നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ഇത് ലോകത്തെമ്പാടും എത്രയോ ആൾക്കാരാണ് ഇത് ഓൺലൈനിൽ കൂടെ കണ്ടിരിക്കുന്നത്. ഇവിടെ ആൾ കുറവാണെങ്കിലും വെളിയിൽ ഒരു പ്രഭാഷണം നടക്കുമ്പോൾ 400-500 പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് ഇത് ACV ചാനലിൽ കൂടെ വീട്ടിൽ ഇരുന്ന് സുഖമായിട്ട് കണ്ടു. അതുകൂടാതെ ഓൺലൈനിൽ മൊബൈലിൽ ഇപ്പോൾ എവിടെ കൊണ്ട് നടന്നാലും നമുക്ക് അത് നോക്കാൻ സാധിക്കും. അപ്പോൾ അത് എത്രയോ ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജും ഒക്കെ കാര്യങ്ങളും ഒക്കെ അവർ വിളിച്ച് നമ്മൾ പറഞ്ഞു. ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. വീട്ടിൽ ഇരുന്ന് സുഖമായിട്ട് ഈ പ്രഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന എത്രയോ ആൾക്കാർ. പിന്നെ ഒരു നമ്മുടെ സത്രസമയുടെ ചാനൽ, യൂട്യൂബ് ചാനലുണ്ട്. ഭാഗവത സത്രം 2024 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സത്രസമയുടെ യൂട്യൂബ് ചാനൽ കിട്ടും. അതിനകത്ത് ഈ പ്രഭാഷണങ്ങളെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈ പ്രഭാഷണത്തിൽ എല്ലാ ദിവസവും വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, കേൾക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇതിൽ ആദ്യം മുതലുള്ള എല്ലാവരുടെയും പ്രഭാഷണം അതിനകത്ത് പ്രത്യേകം വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്, ഈ യൂട്യൂബ് ചാനൽ. അപ്പം അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആ ഒരു മാധ്യമ ഇതിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സൗകര്യം നമുക്ക് എല്ലാ ആൾക്കാരെയും ഇത് അവരുടെ വീട്ടിൽ നിന്ന് കേൾക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഈ സത്രസമിതി ഉദ്ദേശിച്ചതിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ മംഗളകരമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ വിജയത്തിൽ എല്ലാ തരത്തിലും ആൾ സാന്നിധ്യത്തിലും മറ്റുള്ള ഇവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും എല്ലാ കാര്യത്തിലും അതുപോലെ നടത്തിപ്പിലും ഒക്കെ എല്ലാ കാര്യത്തിലും നല്ല സഹകരണവും സാന്നിധ്യവും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. അതിൽ എല്ലാവരോടും പേരെടുത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം. ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരും, അതുപോലെ സാമ്പത്തികമായിട്ട് അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടും എല്ലാം ദൈവത്തിൻ്റെ പേരിൽ, ഗുരുവായൂരപ്പൻ്റെ പേരിൽ, പെരുന്തട്ട മഹാദേവൻ്റെ പേരിൽ എല്ലാം ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുവാണ്. അതിന് വാക്കുകളില്ല. അത് എല്ലാവരും അത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾക്കത് തിരുത്തി നല്ല രീതിയിൽ നടത്തുവാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത മഹാരുദ്ര യജ്ഞം വരുവാണ് ഫെബ്രുവരി 1 മുതൽ 11 വരെ. അപ്പോൾ അതിലും എത്രയോ ആൾക്കാർ ദൂരെ നിന്നുള്ള ആൾക്കാർ വരാൻ സംബന്ധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഈ ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത് എല്ലാവരും ധന്യരാകണം. നമുക്ക് ഈ കലിയുഗത്തിൽ ഇതൊക്കെ ഉള്ളൂ, ഇതുപോലെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഇതൊക്കെ ഉള്ളൂ നമുക്ക് ജീവിതത്തിലൊരു മിച്ചം എന്ന് പറയാൻ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് ഒക്കുന്ന സമയത്ത്, അതേപോലെ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച് എല്ലാവരും ഇതിൽ സഹകരിക്കണം. തുടർന്നും ഇതുപോലുള്ള സത്രസമയുടെ അടുത്ത യജ്ഞം നേരത്തെ ഇവിടെ പറഞ്ഞു കലവൂരാന്ന് പറഞ്ഞു. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുത്ത് ധന്യരാകണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സഹകരിച്ച സാമ്പത്തികമായും ശാരീരികമായിട്ടും ഒക്കെ മാനസികമായിട്ടും ഒക്കെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീമദ് ഭാഗവത സത്രസമിതിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും കൃതജ്ഞതയും ഒക്കെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ പന്തൽ നിൽക്കുന്ന സ്ഥലം ചെന്നൈ പെരുമ്പത്തൂർ ക്ഷേത്രോപാസന ട്രസ്റ്റിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ പന്തലിടാനുള്ള സൗകര്യം ഇതൊക്കെ അവരും നമുക്ക് അവരെ അറിയിച്ചപ്പോഴവർ അതിനുള്ള സമ്മതം തന്നു. അപ്പോൾ ആ ക്ഷേത്രം പ്രേമാജിയുടെ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം പാണ്ഡുരംഗ അറിയാം. അപ്പോൾ ആ ക്ഷേത്രോപാസന ട്രസ്റ്റും ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിച്ചതിന് അവരോടുള്ള നന്ദിയും കടപ്പാടും കൂടെ അറിയിച്ചുള്ളൂ. നമസ്കാരം. അടുത്ത ചടങ്ങ് ഫെബ്രുവരി 1 മുതൽ ഇവിടെ നടക്കുന്ന രുദ്രമഹായജ്ഞത്തിൻ്റെ ബ്രോഷർ പ്രകാശനമാണ്. ഇതിൻ്റെ രക്ഷാധികാരിയും എല്ലാമായ രാമൻ നമ്പൂതിരി നമ്മുടെ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് ബ്രോഷർ നൽകി
അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം 2 വാക്ക് ആശംസയും രാം നമ്പൂതിരി നിർവഹിക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും പെരുന്തട്ട ശിവക്ഷേത്ര പരിസരത്ത് സന്നിധിയിൽ ഒരു ഭാഗവത സത്രം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായത്. കാരണം വെച്ചാൽ വളരെ പരിമിതമായ സൗകര്യവും ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ശാരീരികമായ അധ്വാനങ്ങൾ മാത്രമാണ്. അതല്ലാതെ സാമ്പത്തികമായിട്ടൊന്നും ഈ ക്ഷേത്രത്തിന് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് വന്നോളൂ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും ഇവിടെ വന്നത്. പറ്റാവുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പരിമിതിയിൽ നിന്നുകൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അപരാധങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് ഞങ്ങൾ അറിഞ്ഞ് ചെയ്തതല്ല, അറിഞ്ഞിട്ടൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും അപരാധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മഹാദേവനും കൂടി അറിഞ്ഞിട്ടാവും, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്തായാലും വളരെ ഭംഗിയായി നടന്നു. ഇനിയും ഒരവസരത്തിൽ മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് ഭംഗിയായി ഒരു സത്രം നടത്താൻ ഈ പരിസരം വേദിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് മഹാദേവനും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്ത സത്രവിളംബരമാണ്. ഏപ്രിൽ മാസം 3-ാം തീയതി ആരംഭിച്ച് 14-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് 42ാമത് സത്രം വിഭാവനം ചെയ്തിട്ടുള്ളത്. 3-ാം തീയതി ആരംഭിച്ച് 14-ാം തീയതി വിഷുവിൻ്റെ തലേ ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. സത്ര സമിതിയുടെ മുൻകാല ചരിത്രമനുസരിച്ച് അടുത്ത സത്രം എവിടെയാണ് എന്നുള്ളത് തലേ സത്രത്തിൽ അവസാന ദിവസം പ്രഖ്യാപിക്കുക എന്നതാണ്. ആലപ്പുഴയിൽ കലവൂര് മാരംകുളങ്ങര ഭഗവതി ക്ഷേത്ര മൈതാനത്താണ് 42ാമത് സത്രം ആരംഭിക്കുന്നത്. ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 14 വരെ, വിഷുവിൻ്റെ തലേ ദിവസം വരെ ആണ് അത് തീരുമാനിച്ചിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ നടത്തിയ ജാതി തന്നെ പ്രഭാഷണങ്ങളോടുകൂടി 42ാമത് ഭാഗവതസത്രം ആലപ്പുഴ കലവൂര് അടുത്തുള്ള മാരംകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതാണെന്ന് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിക്കുന്നു. അടുത്തതായി ആശംസ ആ 42ാമത് സത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണം കഴിഞ്ഞ ആഴ്ച നടന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ സത്രസമിതിയുടെ ചെയർമാൻ വെങ്കിട്ടരാമയ്യർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം 2 വാക്ക് ഈ സത്രത്തിന് ആശംസ നേർന്നുകൊണ്ട് പ്രസംഗിക്കുന്നതാണ്. ഇത്രയും ബഹുമാനപ്പെട്ട സജ്ജനങ്ങളെ, ഭക്തജനങ്ങളെ,
1983 ആരംഭിച്ച ഈ ശ്രീമദ് ഭാഗവത സത്രം അത് പിന്നീട് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രമായി മാറി ഇന്ന് 41 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 1995 മുതൽ ഈ സത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ സത്രങ്ങളിലും ഒരു ദിവസമെങ്കിലും പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മവും കർമ്മവുമായി ഞാൻ കരുതിയിട്ടുണ്ട്. ഇന്നും അവസാന ദിവസമേ എത്താൻ പറ്റുകയുള്ളൂ എങ്കിലും ഇതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇത് 3ാമത് സത്രമാണ്. അടുത്ത സത്രം ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ കെ ശിവശങ്കരൻ അവറുകൾ പ്രഖ്യാപിച്ചു. ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആലപ്പുഴയ്ക്ക് മുമ്പ് 11 കിലോമീറ്റർ മുൻപാണ് കലവൂർ. അവിടെ നിന്ന് അല്പം 1 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് തിരിയുമ്പോൾ ഉള്ള ക്ഷേത്രമാണ് മാരംകുളങ്ങര ദേവീക്ഷേത്രം. അവിടെ വിഷ്ണു സാന്നിധ്യം കൂടെയുണ്ട്. അപ്പോൾ 3 മാസം കൊണ്ട് എങ്ങനെ ഒരു സത്രം നടത്തും എന്നുള്ളൊരു അങ്കലാപ്പിലായിരുന്നു ഞാൻ. പക്ഷേ 15 ദിവസം പോലും വേണ്ട സത്രം നടത്താനെന്ന് ഇവിടുത്തെ പ്രഗത്ഭരായ സത്രസമിതി കാണിച്ചു തന്നപ്പോൾ ഞാൻ എൻ്റെ ആത്മധൈര്യം കൂടി. ഗംഭീരമായ രീതിയിൽ ഒരു കുറവും വരുത്താതെ പന്തലും ഭക്ഷണവും ഇലൂമിനേഷനും ലൈറ്റും പബ്ലിസിറ്റിയും എല്ലാം ചേർത്തുകൊണ്ട് ഗംഭീരമായി നടത്തുവാൻ സാധിച്ചു. ഇതിൻ്റെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഭാഗവതസത്ര സമിതിയുടെ ചുമതല ഭാഗവതസത്രം നടത്തുക എന്നുള്ളത്. അത് നടത്തിക്കാൻ ഭഗവാൻ, നടത്താൻ നമ്മൾ തയ്യാറായാൽ മതി. അപ്പോൾ നമ്മളെ എങ്ങനെ ചിന്തിപ്പിച്ചു. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാരണം 10-12 ദിവസമായി നിങ്ങൾ പലരും ഇവിടെ തന്നെയാണ്. അപ്പോൾ അവസാന നിമിഷം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഈ 2025 ഏപ്രിൽ 3 തൊട്ട് 14 വരെ നടക്കുന്ന ആലപ്പുഴ കലവൂർ മാരാംകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൽ ഈ ഇരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളും നിങ്ങളുടെ ബന്ധുജനങ്ങളും നിങ്ങളുടെ മിത്രജനങ്ങളും എല്ലാവരും വന്ന് പങ്കെടുത്ത് ഒരു മഹാസത്രമാക്കി മാറ്റി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകണമെന്ന് വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പെരുന്നിട്ട ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ് ശ്രീ അരവിന്ദാക്ഷ മേനോൻ 2 വാക്ക് ആശംസ നേരുന്നതാണ്. വേദി അലങ്കരിക്കുന്ന മഹൽ വ്യക്തികളെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 41ാമത് മഹൽ ഭാഗവത സത്രത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. ഈ സത്രം തുടങ്ങിയ അന്ന് തൊട്ട് 11 ദിവസവും വളരെ പ്രഗത്ഭകളായ പ്രഭാഷകന്മാരുടെ പ്രഭാഷണം കേട്ട് അതുമാതിരി ഓരോ കഥകളും കേട്ട് കർണാനന്ദകരമായ ദിവസങ്ങളാണ് തള്ളി നീക്കിയത് നമ്മൾ. ഇനി നാളെ നമ്മൾ എന്ത് ശ്രമിക്കും എന്നുള്ളതാണ്. എന്തോ ഒരു വിഷമം മാറി തീർന്നപ്പോൾ, സത്രം തീർന്നു കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിനൊരു വിഷമം മാറി തോന്നുക. വേറെ ഒന്നുകൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. ഇവിടെ ഞങ്ങളെല്ലാം സർവസ്വമായ ബ്രഹ്മശ്രീ കീഴടം രാമനമ്പൂരിപ്പാട് പറഞ്ഞ മാതിരി ഇനിയും ഈ സത്രസമിതിക്ക് ഈ മഹാദേവൻ്റെ സന്നിധിയിൽ ഇനിയും സത്രം കൊണ്ടുവരുവാനുള്ള ഒരു സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ. അതിന് ഗുരുവായൂരപ്പനും മഹാദേവനും സത്രസമിതിയെ എല്ലാ ഇതും നിറഞ്ഞനുഗ്രഹിക്കട്ടെ. ഇവിടെ സത്രസമിതിയുടെ സുനിൽ പറഞ്ഞ മാതിരി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും ഗംഭീരമായ മഹാസത്രം ഇവിടെ നടത്തിയത്. അവിടെ
അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ ശ്രീമാൻ രാമനമ്പൂതിരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്, ഞങ്ങളെല്ലാവരും ഒന്നടങ്കം സന്തോഷത്തോടു കൂടി. അതിനു മുന്നേ രാമനമ്പൂരി ഒരു വാക്ക് ഇവിടെ പറഞ്ഞു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എന്താ നമുക്ക് അടുത്ത 2025 നമുക്കൊരു ഭാഗവത സത്രം നടത്തിക്കൂടെ? ഭാഗവത സത്രമല്ല, സപ്താഹം. അത് പോരാ, 2025 അദ്ദേഹത്തിന് അതുവരെ കാത്തിരിക്കാൻ സമയം കിട്ടില്ല ഭഗവാന്. ഉടനെ തന്നെ 2024 തന്നെ മഹാഭാഗവത സത്രം നടത്താൻ ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി തിരുമേനി പറയൂ, തിരുമേനി എല്ലാവരും ഞങ്ങൾ ഒന്നടങ്കം പറയൂ. വളരെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ. അവിടുന്ന് പപ്പേട്ടൻ, അതേമാതിരി ശിവശങ്കർജി, ട്രഷറർ, ഇവരെല്ലാവരും വന്ന് സ്ഥലം ഞങ്ങൾ കാണിച്ചു. ഈ ഉള്ള സ്ഥലമല്ലോ, ഈ പരിധിയിലേക്ക് നിങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. എന്ത് തന്നെ ആയാലും ഏറ്റവും ഗംഭീരമായി ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ 41ാമത് മഹാഭാഗവത സത്രയുടെ പര്യവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയും ഭഗവാനെ നമുക്ക് എല്ലാവർക്കും ഒന്നടങ്കം പ്രാർത്ഥിക്കാം. ഇനിയും ഇതേമാതിരി ഭാഗവത സത്രങ്ങൾ ഇവിടെ നടത്താൻ ഭഗവാൻ അനുഗ്രഹം തരട്ടെ നമുക്കെല്ലാവർക്കും. ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊള്ളുന്നു. 2025 6ാം മഹാരുദ്രയജ്ഞം ഫെബ്രുവരി 1 മുതൽ 11 കൂടി ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സൗകര്യമുള്ള ഈ 11 ദിവസങ്ങളിൽ ഏതെങ്കിലും സൗകര്യമുള്ള ഒരു ദിവസം വന്ന് ശ്രീ പെരുന്തട്ടത്തേവരുടെ ആ അതിരുദ്ധ യജ്ഞത്തിൽ അഭിഷേകം കണ്ട് സായുജ്യരായി എല്ലാവരെയും ഔദ്യോഗികമായി തന്നെ ഞാൻ ഈ വേദിയിൽ വെച്ച് ക്ഷണിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. അടുത്തായിട്ട് 2 വാക്ക് ആശംസ സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ പ്രഭാഷകൻ പള്ളിക്കൽ സുനിൽ അവരെ ആദരപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള പുണ്യാത്മാക്കളെ വിനീതമായ പ്രണാമം. 41 വർഷങ്ങൾക്ക് മുൻപ് തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ തിരുമേനി, മള്ളിയൂർ തിരുമേനി, മാടശ്ശേരി വാസുദേവൻ തിരുമേനി, ഗുരുവായൂരപ്പ ദാസ്വാമികൾ തുടങ്ങിയ മഹാത്മാക്കളുടെ ചിന്തയിൽ വന്ന ഭാഗവത സത്രം 41ാമത്തെ വർഷം ഈ മുറ്റത്ത് പൂർണ്ണമാവുകയാണ്. ഗുരുവായൂരിലെ മുൻ മേൽശാന്തിമാരായ 9 പേർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ 19-ാം തീയതി വ്യാഴാഴ്ച സന്ധ്യാസമയത്ത് ഭദ്രദീപം തെളിച്ച് ഈ വർഷം പൂർത്തീകരിക്കുന്ന ഡിസംബർ 31-ാം തീയതി മംഗളവാരമായ ചൊവ്വാഴ്ച, ഇന്നലെ കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തപക്ഷം തുടങ്ങുന്ന ദിവസമാണ് പൂർത്തീകരിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് സോമനോടും ശ്രീനിയോടുമൊക്കെ പറയുമായിരുന്നു, ഒരു സർവത്ര രാമകൃഷ്ണ ശങ്കരമയമാണ് ഈ മുറ്റത്തുണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് മാടശ്ശേരി പരമേശ്വരൻ തിരുമേനിയും പെരുന്തട്ട മഹാദേവനെ കേന്ദ്രീകരിച്ച് രാമൻ തിരുമേനിയും, പ്രസിഡൻറ്റ് ശിവശങ്കരൻ്റെയും വൈസ് പ്രസിഡൻറ്റ് നാരായണൻ്റെയും അടുത്തിരുന്നപ്പോൾ തന്നെ തികച്ചും ഒരു ഈശ്വര സാന്നിധ്യം പോലെയാണിത് പൂർണ്ണമാകുന്നതെന്ന് പറയുവാൻ സന്തോഷപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്ഷരത്തിൽ അകാരം ഞാനാണെന്ന് പറയും ഭഗവാൻ. അതുപോലെ ഈ പെരുന്തട്ട ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും ശ്രീ അരവിന്ദാക്ഷ മേനോനാണ്. അയർക്കുന്നം രാമൻ നായർ, സൂര്യനെ പ്രതിനിധീകരിച്ച് രവീന്ദ്രൻ, രതീഷ്, ശ്രീനി, സോമൻ, മണിസ്വാമി, തന്നെയല്ല സത്രസമിതിയുടെ ഒരു ഭാരവാഹിയുടെ പേര് ഭഗവാൻ ഉണ്ണികൃഷ്ണൻ എന്ന് തന്നെയാണ്. അതിനും ഒരു വലിയ കയ്യടി അദ്ദേഹത്തിനൊക്കെ നൽകണം. 12 ദിവസം പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ ഓർമ്മയിൽ ഓച്ചിറയിലെ 12 വിളക്ക് മഹോത്സവമാണ്, ഭജനം പാർക്കുന്നത് പോലെ. ഭദ്രദൈവ പ്രതിഷ്ഠ ഉൾപ്പെടെ 13 ദിവസം മംഗളകരമായി ഇത് പൂർത്തീകരിക്കുമ്പോൾ 1ാമത്തെ സത്രം മുതൽ 25ാമത്തെ സത്രം വരെ ഒരു ശ്രോതാവായും 25ാമത് കുറിച്ചിത്താനത്താണ് നടന്നത്. കുറിച്ചിത്താനത്താണ് ആദ്യത്തെ തുടങ്ങിയത്. കുറിച്ചിത്താനം മുതൽ കുറിച്ചിത്താനം വരെ എന്ന
ആ ചടങ്ങ് മുതൽ ഈ 41 വരെ ഒരു ദിവസം സമ്പൂർണ്ണമായി സത്രത്തിൽ ഏത് യജ്ഞസ്ഥലത്ത് നിന്നും ഓടി ഞാൻ എത്താറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നാരായണസ്വാമി വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും കാണണമെന്നാണ് പ്രാർത്ഥന സ്വാമി. അതും ഈ മുറ്റത്ത് സാക്ഷാത്കരിക്കാൻ സാധിച്ച ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ. വളരെ സന്തോഷപൂർവ്വം ഇത് പൂർത്തീകരിക്കുമ്പോൾ രാവിലെ മൂലം ഭാഗവതം വായിക്കുമ്പോഴും ധാരാളം പേർ ഭാഗവതവുമായി ഇരുന്ന് മണിസ്വാമി വായിക്കുന്നതിനോടൊപ്പം വായിച്ചതും ഞാൻ കണ്ടു. വളരെ സന്തോഷപൂർവ്വം. തന്നെയുമല്ല 42ാമത്തെ സത്രത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലത്ത് നിന്ന് വന്നതും രാമനാണ്, വെങ്കട്ടരാമൻ ആണ്. അതിനുമൊരു കയ്യടി അദ്ദേഹത്തിന് നൽകണം. അപ്പോൾ എന്തുകൊണ്ടും ഈശ്വര സാന്നിധ്യം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങ് എന്ന നിലയിൽ നമുക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും ഇത് തുടങ്ങിവെച്ച പൂർവികന്മാരായ ഗുരുക്കന്മാരുടെയും കാരുണ്യവും കൃപയും കടാക്ഷവും ദയയും വാത്സല്യവുമാണ് എന്ന് സ്മരിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് 42ാമത്തെ സത്രം മാരംകുളങ്ങരയിൽ നടക്കുമ്പോഴും അതിൽ പങ്കെടുക്കുവാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും ശ്രീ ഗുരുവായൂരപ്പനും മഹാദേവനും ഭഗവതിമാരും നമുക്കെല്ലാവർക്കും നൽകണമേ, നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകളിൽ വിനയാന്വിതനായി സമർപ്പിക്കുന്നു. നമസ്കാരം. ഈ സമാപന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കാൻ സത്രസമിതിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സോമകുമാറിനെ ക്ഷണിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സത്രസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ശിവശങ്കരൻ, വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന ഉപക്ഷരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളെ, അമ്മ, സഹോദരി, സഹോദരന്മാർ, നന്ദി പറയുക എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 10-12 ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം ഒരു യജ്ഞം, ഇത്തരം ഒരു മഹായജ്ഞം നടത്തുവാനുള്ള ആ ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സത്രസമിതി നടത്തിയൊരു വലിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയൊരു ഏർപ്പാടാണ് ഈ സത്രം. ഈ സത്രത്തിൽ ആദ്യമായി ഈ സ്ഥലം നോക്കുവാൻ ഇവിടെ എത്തുമ്പോൾ ശ്രീ രാമൻ നമ്പൂതിരിപ്പാടും അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റുമൊക്കെ ഇത് ഇവിടെ നടത്തുവാൻ പറ്റുന്ന സ്ഥലമുണ്ടോ, സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഉണ്ടെങ്കിൽ അതിന് മാത്രമുള്ളൊരു കാര്യം ചെയ്യാനുള്ള സന്നദ്ധത ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശകനും അതുപോലെ ബന്ധപ്പെട്ടവരുമൊക്കെ നമ്മൾക്ക് പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ ഇത് തന്നെ മതി, ഈ സ്ഥലം തന്നെ മതി, ഈ സ്ഥലത്ത് തന്നെ നമുക്ക് സത്രം നടത്താം, 41ാമത് സത്രം ഇവിടെ നടത്താം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോവുകയും ശ്രീ സാക്ഷാൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ഇവിടെ തന്നെ സ്ഥലം സ്ഥിരീകരിക്കുകയും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. 2-3 ദിവസങ്ങൾ കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. പന്തലായി ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് 10-13 ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങൾ, പരിമിതമായ സൗകര്യങ്ങൾ, അതെല്ലാം നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നിശ്ചയപ്പെടുത്തി. അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലം അതുണ്ടാക്കുവാൻ അതിന് ഒരു യജ്ഞം പോലെ നമ്മളത് ഒക്കെ അവിടെയൊക്കെ എല്ലാം വൃത്തിയായി. ഇവിടെ വന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഭഗവാൻ കാണിച്ചു തന്ന് ഇവിടെ എത്തിക്കുവാനുണ്ടായ സാഹചര്യം എനിക്ക് മുൻപ് പ്രസംഗിച്ച അല്ലെങ്കിൽ എനിക്ക് മുമ്പ് പറഞ്ഞ അധ്യക്ഷനും അതുപോലെ സ്വാഗത പ്രസംഗകനും ഒക്കെ പറഞ്ഞു. എന്തായാലും ഈ മഹായജ്ഞം ഈ ദിവസം, ഈ സമാപന ദിവസം എത്തിയിരിക്കുമ്പോൾ ഈ മഹാദേവൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും കൃപാകടാക്ഷം കൊണ്ട് ഇവിടെ ഈ നല്ല രീതിയിൽ ഈ 13 ദിവസം നമുക്ക് നല്ല രീതിയിൽ ഈ സത്രം അവസാനിപ്പിക്കുവാൻ നമുക്ക് ഇതായി. എന്നാൽ പോലും മേനോൻ ചേട്ടൻ പറഞ്ഞ പോലെ നാളെ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു ദുഃഖം ഈ പിരിഞ്ഞു പോകുന്നവർക്കുണ്ട്. അത് സ്വാഭാവികമാണ്. ഇതിനൊരു ഡേറ്റ് തീരുമാനിച്ച് ഡേറ്റ് അവസാനിപ്പിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകേണ്ടതുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ഈ യോഗത്തിൻ്റെ ഈ സത്രസമിതിയുടെ പ്രസിഡന്റ് ശ്രീ കെ ശിവശങ്കരൻ അവരുകളെ ആദരപൂർവ്വം ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ
ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മല്ലിശ്ശേരി തിരുമേനി, അദ്ദേഹം ഇന്ന് മാത്രമല്ല സത്രസമിതി ഏതെല്ലാം കാര്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടോ, ഉപദേശം ചോദിച്ചിട്ടുണ്ടോ, അതിനെല്ലാം ഉപദേശം തരികയും വിളിക്കുകയുമൊക്കെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മല്ലിശ്ശേരി തിരുമേനിക്കും ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഞാനും ഈ സത്രസമിതിയുടെ പേരിലും കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബഹുമാന്യനായ തന്ത്രി തിരുമേനി. അദ്ദേഹവും ഈ വേദിയിലെത്തിയിട്ടില്ല, എന്നാൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അദ്ദേഹം പറ്റുമെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പോലും അദ്ദേഹവും ഈ പിന്നെ സത്രസമിതിയുടെ ഉപദേശകനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ കൃതജ്ഞ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്ഷണിക്കാതെ തന്നെ ഇവിടെ എത്തിയത് നമ്മുടെ കൂട്ടത്തിൽ 13 ദിവസം നമ്മൾ ഒരുവനായി ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നായി പറഞ്ഞു തന്ന പള്ളിക്കൽ സുൽസ്വാമി, അദ്ദേഹത്തോട് എത്ര കണ്ട് ഏത് രീതിയിൽ കൃതജ്ഞത പറഞ്ഞാലും തീരാത്ത രീതിയിലൊരു കൃതജ്ഞതയാണ് അദ്ദേഹത്തിനോട് പറയേണ്ടത്. അദ്ദേഹത്തെയും ഞാൻ ഈ സത്രസമിതിയുടെ പേരിലും ഈ വേദിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതുപോലെ തന്നെ ഇത് 13 ദിവസം പാരായണം ചെയ്ത ശ്രീ മണിസ്വാമി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളും അവർക്കുമൊക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ 10-13 ദിവസം നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തന്ന സുബ്ബൻ ആര്യ കാറ്ററിംഗ് തൃപ്പൂണിത്തറ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് എന്ന് തോന്നുന്നു, രഘു എന്ന് പറയുന്ന രഘുത്തമൻ്റെ ഭക്ഷണമാണ് നമ്മൾ 10-13 ദിവസമായി ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിനും ഈ വേദിയുടെ പേരിലും ഈ സമിതിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആലപ്പുഴയിൽ ഞങ്ങളുടെ നാട്ടുകാരനായ പുതിയ 42ാമത് സത്ര സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ അയ്യർ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ ഇതിൻ്റെ പേരിലും ഈ സത്രസമിതിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ ഭക്ഷണം തയ്യാറാക്കിയത്, ശബ്ദവും വെളിച്ചവും തന്നവർ, 10,000-കണക്കിന് ആൾക്കാർ ഒരേ ദിവസം ഈ നമ്മുടെ യൂട്യൂബിൽ കൂടി കടന്നുപോയ പ്രഭാഷണങ്ങളും വായനകളുമൊക്കെ ശ്രവിച്ച അവർക്കുമൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുമാത്രമല്ല ACV, അതുപോലെ ദൃശ്യമാധ്യമങ്ങൾ നമ്മളെ സഹായിച്ച ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർ, പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്ന് വേണ്ട ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഇത് ദിവസവും യൂട്യൂബ് ചാനൽ കൂടിൽ പ്രകാശനം ചെയ്ത അനൂപും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും, അതുകൂടാതെ ഇവിടെ ദിവസവും വന്ന് ഈ പാരായണം ശ്രവിക്കുകയും ഈ കഥകൾ ശ്രവിക്കുകയൊക്കെ ചെയ്ത ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഇത് കേട്ടിരുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇത് കഴിഞ്ഞാൽ ചായയുണ്ട്, ചായ കുടിച്ചു കഴിഞ്ഞിട്ടേ പിരിയാവുള്ളൂ. യോഗം അവസാനിപ്പിക്കുകയാണ്. സമംഗള പ്രാർത്ഥനയോടുകൂടി യോഗം അവസാനിക്കുന്നു. സുനിൽ സ്വാമി പ്രാർത്ഥന നടത്തുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സമംഗള സഭ പൂർണ്ണമാക്കാം. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം വരസ്മൈ ശ്രീലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതീ മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ ഗുരുവായൂരപ്പ തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ പെരുന്തട്ട മഹാദേവ തൃപാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ
പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. യോഗം അവസാനിച്ചിരിക്കും.